ശരിക്കും ഒരു അമേരിക്കക്കാരൻ സായിപ്പായി. ഇതെന്താ വേഷം? അല്ല, എവിടെയാ നിതിരിക്കുന്ന കലവറയെന്ന് വല്ല വിവരം കിട്ടിയോ എന്റെ മാധവേട്ട? പണ്ട് പറഞ്ഞു കേട്ടൊരറിവ് വെച്ച് ഇവിടത്തെ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാവാനാണ് സാധ്യത. പക്ഷേ 4 ചുമരും മറ്റും മരവും പാകിയിട്ടുള്ള ഈ നിലവറയിൽ എവിടെയാ കലവറയുടെ കവാടം, അതെങ്ങനെയാ തുറക്കാന്നൊക്കെ പറയാൻ ഇവിടത്തെ മരിച്ചുപോയ കാരണവന്മാർക്കോ ഇല്ലം പണി കഴിപ്പിച്ച പെരുന്തച്ഛനും മാത്രമേ പറ്റൂ. അവരൊന്നും ജീവിച്ചിരിപ്പില്ലാത്ത സ്ഥിതിക്ക് പിന്നെന്താ ചെയ്യാ മാധവേട്ടാ? പൊളിക്കുക അല്ലാണ്ടെന്താ? അതൊന്നും വേണ്ട. കഴിവുള്ള ഒരാശാരിക്ക് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാ കള്ളവാതിലുകളുടെ സൂത്രപ്പടികളെന്ന്. അങ്ങനെ ഒരു ആശാരി ഈ നാട്ടിലുണ്ടോ? അന്വേഷിച്ചു പോയിട്ടുണ്ട്. ഇവിടത്തെ ഇപ്പോഴത്തെ കാര്യസ്ഥൻ കുഞ്ഞിക്കണാരൻ. ആശാരിനെ കൊണ്ട് കഴിയില്ലെന്ന് വെക്കാം. ഇടിച്ചു പൊളിച്ചാലും കുഴപ്പമില്ലെന്ന എന്റെ അഭിപ്രായം. അല്ല, അതിന് മാത്രം വാഹകൾ കിട്ടുച്ച പിന്നെന്തിനും നിലവരുടെ കാര്യം നോക്കാം. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് ഭഗവാനെ ശ്രീപത്മനാഭ, നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറ തുറന്നപ്പോ എന്താ കഥ? കൊട്ടക്കണക്കിനല്ലേ സ്വർണ്ണ രക്തങ്ങൾ കണ്ടുകിട്ടിയത്. കൊട്ടക്കണക്കിനൊന്നും വേണ്ട, 4 കണക്കിന് കിട്ടിയാലും നമ്മുടെ തൽക്കാലത്തെ കഷ്ടപ്പാടുകൾ മാറുമായിരുന്നു. മാറുന്നല്ലോ. വരും തലമുറയ്ക്ക് കഷ്ടപ്പാട് കാലത്ത് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കല്ലോ പണ്ടുള്ള ഒരു തുക്കിനെ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എന്ത് കഷ്ടപ്പാടാണോ ശിവശങ്കര? കമ്പനി കച്ചവടം, പിന്നെന്താ റിയൽ എസ്റ്റേറ്റ്, എന്നിട്ട് പറച്ചില് കഷ്ടപ്പാട്. അമേരിക്കയില് കഞ്ഞി കുടിച്ച് കഴിയാൻ പറ്റില്ല സുഭദ്രെ, അതെന്നെ പ്രശ്നം. എന്താ മാധവേട്ടന്റെ അമേരിക്കയിലെ എഴുത്തിയുടെ പേര് ക്രിസ്ത്യാനി അല്ലേ, മലയാളിയാണോ? കഴക്കൂട്ടത്തെ ഒരു നല്ല ക്രിസ്ത്യൻ കുടുംബത്തിലെ പേര് മാറിയ. മാധവേട്ടനവിടെ മക്കള്? അവൾക്കൊരു മോളുണ്ട്. നിങ്ങൾ ചിരിച്ചോ? വെറുതെ പറഞ്ഞതല്ല. ഒരു മോളും ഭർത്താവ് ഉള്ളപ്പോ തന്നെയാ ഞാൻ അവളെ വിവാഹം കഴിച്ചത്. എന്തായാലും മാധവേട്ടൻ ആ എഴുത്തിയെ കൂടെ ഇങ്ങോട്ട് കൂട്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാനായിട്ട്. കുട്ടനത് ഇഷ്ടാവില്ല. അവന്റെ അമ്മയുടെ മരണശേഷം അച്ഛൻ അന്യനാട്ടിലൊരു വിവാഹം കഴിച്ചു കൂടിയതില് അയാൾ കലോഹ്യമുണ്ട്. എന്നാലും ഒരു മകനെന്ന നിലയ്ക്ക് ഞാൻ എന്ത് കാര്യമാണോ അവന് വേണ്ടി ചെയ്യാതിരുന്നിട്ടുള്ളത്? നല്ല വിദ്യാഭ്യാസം, വസ്ത്രം, ഭക്ഷണം, പിന്നെ സ്നേഹം, വാത്സല്യം, മണ്ണാക്കട്ടൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മുട്ടിഞ്ഞായ. ഇന്നത്തെ കാലത്ത് അത് കിട്ടുക എളുപ്പമല്ല. എഞ്ചിനീയറിംഗ് പാസ്സായപ്പോ അമേരിക്കയിൽ നല്ലൊരു ജോലി ശരിയാക്കി ഞാൻ അവരെ വിളിച്ചതാ. പക്ഷെ വന്നില്ല. എന്നിട്ട് അച്ഛൻ സ്വന്തം സുഖം നോക്കി പോയി എന്നൊക്കെ പറഞ്ഞ അതിനൊക്കെ എന്ത് ന്യായമുള്ളത്? കുട്ട അമേരിക്കയിലേക്ക് വരാത്തത് വേറൊന്നുണ്ടല്ല, ഇക്കന്റെ സ്വത്തുകളൊക്കെ ഇപ്പോഴവൻ ഒറ്റയ്ക്ക് അനുഭവിച്ച് ഒരു മാടമ്പി പോലെയല്ലേ ഈ നാട്ടിൽ കഴിയണേ. പിന്നീട് അമേരിക്ക ഈ വീട് സിനിമക്കാർക്ക് ഷൂട്ടിങ്ങിന് കൊടുത്തു വരെ നല്ലൊരു തുക സമ്പാദിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഈ വസ്തു വിൽക്കേണ്ട കാര്യം പറഞ്ഞപ്പോ അയാൾ ആദ്യം ഒന്ന് വഴങ്ങാൻ മടിച്ചത്. നമുക്കൊരു ആവശ്യം വരുമ്പോ നമ്മുടെ കാരണവന്മാര് സമ്പാദിച്ച മുതൽ വിൽക്കാനും വേണം. മക്കളുടെ സമ്മതം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? മകനാണോ മരക്കഴുതിയാണോ നോക്കാതെ കാല് പിടിക്കണ്ടേ? കാര്യം നടക്കണല്ലോ. നിങ്ങളിരിക്കെ, ഞാനിപ്പോ വരാം. അവൻ നമ്മൾ ഇരുത്തണം. പണ്ട് ഈ കോപ്പന്റെ അച്ഛൻ, അതായത് എന്റെ അച്ഛന്റെ ചേട്ടൻ, ഭാര്യയും മക്കളും പഠിച്ചു നാട് വിട്ടു പോയപ്പോ ഇക്കണ്ട സ്വത്തുക്കളൊക്കെ എന്റെ അച്ഛന്റെ കയ്യിൽ വന്നതാ. അന്ന് അച്ഛനത് സ്വന്തം പേരിലാക്കി രേഖ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവരൊക്കെ ഞാൻ പടിക്ക് പുറത്തിരുത്തിയാലേ. ആരിത്? കുഞ്ഞിക്കാനായിരുന്നു. എന്തൊക്കെയുണ്ടോ വിശേഷങ്ങള്? കിഡ്നിയുടെ അസുഖവും വാദത്തിന്റെ അസുഖതയുണ്ട്, പക്ഷേ ചത്തിട്ടില്ല. ഇതിലും വേറെന്താ വിശേഷം? അല്ല, തമ്പുരാൻ ചാക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ചാക്കോ? ഇതെന്തിന്? നിലവറ തുറന്ന് കിട്ടണ പൊന്നോ വെള്ളിയൊക്കെ കൊണ്ടുപോകണല്ലോ. കിട്ടട്ടെ, അന്നേരം ആലോചിക്കാം. അല്ല, താനേതോ ആശാര്യത്തിലേക്ക് പോയതാണെന്ന് കേട്ടു. എന്നിട്ട് എവിടെ? ആള് വലിയ പുള്ളിയായതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കുകളുണ്ട്. ഇന്നൊരു ശിലാസ്ഥാനം കഴിഞ്ഞ് വരാൻ നേരിട്ടുണ്ട്, വന്നോളൂ. പക്ഷെ വേറൊരാള് വിളിക്കാതെ തന്നെ എത്തിയിട്ടുണ്ട്. എവിടേക്കാ പക്കുട്ടി പോയത്? ഉമ്മക്കുട്ടിയേ! ആരാടോ? ഇവിടുത്തെ മാധവമ്പുരാന്റെ വീട് വിട്ടിറങ്ങിപ്പോയ പെങ്ങൾ ലക്ഷ്മി അമ്മയുടെ മോളാ. നിന്റെ തള്ള പണ്ടേതോരത്തിന് കൂടെ ഒളിച്ചോടി പോയതല്ലേ, പിന്നെന്തിന് ഇങ്ങോട്ട് എഴുതല്ലേ? ഇന്ന് ഇവിടുത്തെ നിലവറ തുറന്ന് നിധി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആണോടാ? അയ്യോ, ഞാനല്ല. അതിന്റെ ഓഹരി ചോദിച്ചു വാങ്ങാൻ പറഞ്ഞു. ഇവന്റെ വരവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്താ മനത്തറിഞ്ഞിട്ടുള്ള വരവാണെന്ന്. തറവാട്ട് ഉപയോഗിച്ചു പോയ ആൾക്ക് തറവാട്ട് സ്വത്തിൽ അവകാശമില്ല, അതുകൊണ്ട് ഇറങ്ങി പോവാ. ഇറങ്ങി പോടി. ഇവിടുന്ന് ഇങ്ങനൊക്കെ തന്നെ പറയൂന്നും പറഞ്ഞിരുന്നു. അപ്പൊ പോയില്ലാൻ തന്നെ പറയാനും പറഞ്ഞു. അമ്മയ്ക്ക് ഈ സ്വത്ത് നിയമപ്രകാരം തന്നെ അവകാശമുള്ള സ്ഥിതിക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പും തന്നിരുന്നു. ഉറപ്പും തമ്പി നീ ഇവിടെ നിൽക്കട്ടാ, ഇറങ്ങി പോടി.
അല്ലെങ്കിൽ അടിച്ചറക്കും ഞങ്ങൾ. ഇറങ്ങി പോടി. അമ്മാവൻ ഇങ്ങനെ പറയൂന്ന് അവര് പറഞ്ഞിരുന്നില്ല. പിന്നെ ആരാടി നിന്നെ പറഞ്ഞിളക്കി വിട്ട അവര് നിന്റെ തള്ളയോ? അവൾക്കതിനുള്ള മനസ്സുറക്കില്ല. അവരായിരിക്കും ഇവളെ കേട്ടുകെട്ട തന്ത. ആളോടി ഇവിടെ വാ. കുട്ടൻ അതൊരു ഓമന പേരല്ലേ? വാത്സല്യത്തിന്റെയും ഓമനിക്കലിന്റെയും കാലം കഴിഞ്ഞ സ്ഥിതിക്ക് പേര് വിളിച്ചാൽ മതി. ബലരാമൻ ഈ തറവാട്ടിലെ വീതിച്ചെടുക്കുന്ന സ്വത്തുക്കളിൽ നിങ്ങളെപ്പോലെ വലിയൊരു പങ്ക് പറ്റാതിരിക്കുന്ന അവകാശി. അത് മാത്രമേ നമ്മൾ തമ്മിലുള്ള ബന്ധമുള്ളൂ. പിന്നെ ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന എന്റെ മുറപ്പെണ്ണ് ഉമ. ഇനി ഇവൾക്കുള്ള വിഹിതവും എനിക്കുള്ളതാ. അത് തീരുമാനിക്കുന്നത് നീയാണോ? നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചത് എന്നോട് ചോദിച്ചോണം എന്നെ. പിന്നെ ഞാൻ കെട്ടുന്നതിന് നിങ്ങളുടെ മുഖത്തിനാ അല്ലടി? ഇവരെന്റെ പിള്ളേർക്ക് പണിയുണ്ടാക്കും. നീ ഇവിടെ കെട്ടിയെടുക്ക പണ്ടാരടക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോ തുല്യമായൊരു വിഹിതം ഇവൾക്കുണ്ടാവണം. നീ വെറുതെ അമേരിക്കയിലുള്ള നിങ്ങളുടെ പെമ്പ്രനോത്തിക്ക് രത്നവ്യാപാരത്തിൽ വന്ന നഷ്ടം നികത്താൻ പണം വേണോ? അതിന് ഈ ഭാഗം വെക്കൽ നടക്കണോ? എങ്കിലും ഇത് സമ്മതിച്ചേ പറ്റുമെന്ന്. എന്റെ ഗതികേരനെ മുതലെടുക്കാതെ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. സ്വന്തം കാര്യത്തിന് വേണ്ടി മകനെ കൊല്ലാനും മടിക്കാത്തൊരു തന്തയാണ് നിങ്ങൾ നടന്നിട്ട് തന്നെയാ കളിയാൻ ഇങ്ങനെ മാറ്റിയത്. അതെ, സ്വത്ത് മോഹിച്ചിട്ടല്ല കേട്ടോ, കുട്ടിയുടെ കൂടെയുള്ള ജീവിതം മോഹിച്ചിട്ടാ. ഒന്നും തോന്നണ്ട, അനുഗ്രഹിച്ചതാ. കടന്നു പോടി എന്ന് വെച്ചാൽ വലതുകാല് വെച്ച് അകത്തേക്ക് കയറിക്കോളാൻ ഇവിടുത്തെ നിന്റെ റോള് കഴിഞ്ഞു. ഇനി നീ ധൈര്യമായിട്ട് നോക്കൂ. എടി പെണ്ണ, ഇത് നിന്റെ വീടാ. ഇനി വാരണശ്ശേരിയിലെ മരണമെടുത്ത പഴമക്കാര് പറയും, ഞാൻ നിൽക്കണോ അതോ നിങ്ങളൊക്കെ പോണോ? നീ പറഞ്ഞതുപോലെ സ്വത്ത് ഭാഗം വെക്കുന്നതിന് ഞങ്ങൾക്ക് സമ്മത. പക്ഷേ അത് മനസ്സറിഞ്ഞുള്ള സമ്മതമല്ല. നീ നശിച്ചു പോണെന്ന് ശപിച്ചുകൊണ്ടുള്ള വഴക്കിത്തരല്ല. ആ, തന്തയുടെ അനുഗ്രഹം കിട്ടി. ഇനി ചെറിയച്ഛന്റെ വക അനുഗ്രഹവും കുട്ടാ, നീ നന്നായി വരുമ്പടാ. നീയേ നന്നാവും. മാധവേട്ട, ആ നിലവറ തുറക്കുന്ന സമയത്ത് എന്താ ചെറിയമ്മയ്ക്കൊന്നും പറയാനില്ലേ? ഒന്നും. നീ എന്നെ ചതിക്കായിരുന്നല്ലേ? സ്വന്തം ചെറിയമ്മ അല്ലെങ്കിലും പറഞ്ഞു വന്നാൽ നീ എനിക്ക് നൽകേണ്ടത് ഒരമ്മ സ്ഥാനം. ആ സ്ഥാനവും നിലയും മറന്ന് ഞാൻ നിനക്ക് വഴങ്ങി തന്നതും എന്റെ ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചതും നീ എന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പില്ല. എന്നിട്ടിപ്പോ നീ അവളെ കെട്ടി കൂടെ പൊറപ്പിക്കാൻ നോക്കുക അല്ലേ? ഇതാ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത്. ആ ദരിദ്രവാസി പെണ്ണിനെ കെട്ടാൻ മാത്രം മരമണ്ടനാണോ ഞാൻ? അവളെ കെട്ടുമെന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ ഈ കുട്ടേട്ടന് പ്രാണം വരെ പറിച്ചു തരാൻ തയ്യാറുള്ള മരമണ്ടി കോത ഓളുടെ സ്വത്ത് എനിക്ക് തരാണ്ടിരിക്കൂ. ആ സ്വത്ത് കയ്യിൽ വന്നാൽ ഒരു ഉറക്കത്തിൽ ഈ ചെറിയച്ഛനെ നീ ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഉള്ളതെല്ലാം എനിക്കല്ല, നമുക്കാ.